2 മുട്ടയാണ് എടുത്തേക്കുന്നത്. മുട്ടച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ട് മുട്ടയും 2 മീഡിയം സൈസ് സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയും സവാളയും ഒക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചെറിയൊരളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കുഞ്ഞിന് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആണ് ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും 1/2 സ്പൂണോളം മസാലയും ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അത് നന്നായിട്ട് വീണ്ടും ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാദാ ചോറ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സാദാ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാദാ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുറച്ച് നെയ്യും കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക്. വേണമെങ്കിൽ നമുക്കിതിന് വെളിച്ചെണ്ണയിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണേ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.